പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ അന്വേഷണം ഫലം കണ്ടിരിക്കുകയാണ്. ചിന്നുവിനെ കണ്ടെത്തുന്നതിനായി സാധിച്ചതിനെ തുടർന്ന് അർച്ചന വളരെയധികം സന്തോഷിക്കുന്നു. ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് അർച്ചന വിചാരിച്ചതല്ല. ചിന്നുവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന അർച്ചന എന്തായാലും ഇനി കാര്യങ്ങൾ വീട്ടിലെത്തിയിട്ട് സംസാരിക്കാമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ചിന്നുവിനെയും കൊണ്ട് അർച്ചന പോകുന്നത് കാണാൻ ഇടയാവുകയാണ് ചന്ദ്രമതി. ഇതോടെ പദ്ധതികൾ പാളിപ്പോയല്ലോ എന്ന് മനസ്സിൽ കരുതുകയും ചെയ്യുന്നു. ചിന്മയിയോട് ഇനി എന്താണ് പറയുക എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന അവർ, ചിന്നുവിൻ്റെ ശല്യം ഇന്നത്തോടെ കഴിയും എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത് എന്ന് മനസ്സിൽ പറയുകയും ചെയ്യുന്നു. ഒരിക്കലും ഇങ്ങനെയൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ഇന്നത്തോടെ വല്ല ആനയോ മറ്റോ ആ ചിന്നുവിനെ ചവിട്ടി കൊല്ലുമെന്നാണ് വിചാരിച്ചത്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നില്ല. എന്തായാലും പ്രതീക്ഷ കൈവിടേണ്ട. മറ്റൊരു അവസരം നമ്മളെ തേടി വരിക തന്നെ ചെയ്യും. അതിനായി കാത്തിരിക്കാം. ഇനി എന്തായാലും ആ അർച്ചനയുടെ നീക്കങ്ങൾ നമുക്ക് നേരെ വരാതിരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് നീക്കങ്ങൾ മുന്നിലേക്ക് അവർ കൊണ്ടുപോകുന്നത്. ഇതേ സമയം തന്നെ ആരോ തള്ളിയിടുകയായിരുന്നു എന്നുള്ള കാര്യം ചിന്നു പറഞ്ഞതിനെ തുടർന്ന് അർച്ചനയും സഹോദരന്മാരും അന്വേഷണവുമായി മുന്നിലേക്ക് പോവുകയാണ്. പക്ഷേ കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അർച്ചനയ്ക്ക് പക്ഷേ ഉറപ്പായിരുന്നു ഇതിനു പിന്നിൽ കളിച്ചത് ചന്ദ്രമതി തന്നെ ആണെന്ന്. ഇതോടെ തിരിച്ചടിക്കുന്നതിന് ഉറപ്പിച്ചുകൊണ്ട് അർച്ചന പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.